കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ അവഗണനയെന്ന ആരോപണങ്ങളോട് പ്രതികരിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്തെത്തി. റെയിൽവേ വിഹിതത്തിൽ കേരളത്തിന് വൻ വർധനമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. 3795 കോടി രൂപയാണ് ഇത്തവണ കേരളത്തിന് അനുവദിച്ചത്. UPA സർക്കാരിന്റെ കാലത്തേക്കാൾ 10 ഇരട്ടി തുകയാണിതെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. കേരളത്തിൽ നിരവധി പദ്ധതികൾ റെയിൽവേ നടത്തുന്നുണ്ടെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വിശദീകരണം. കൂടുതൽ ഉത്തരം നാളെ സംസ്ഥാനത്തിന് വേണ്ടി വിളിക്കുന്ന വാർത്താസമ്മേളനത്തിൽ പറയും. 7 അതിവേഗ ട്രെയിൻ ഇടനാഴി ഇന്ന് പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അതിന്റെ നേട്ടമുണ്ടാകും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. റെയിൽവേ വിഹിതത്തിൽ കേരളത്തിന് വൻ വർധനവാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. 3795 കോടി രൂപയാണ് ഇത്തവണ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നതെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. UPA സർക്കാരിന്റെ കാലത്തേക്കാൾ 10 ഇരട്ടി തുകയാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. From entire railway capacity of Kerala is getting significantly increased, right from Kasaragod to Shornur to Ernakulam to Kayamkulam to Trivandrum to this is a major change which is happening. This will practically double the capacity of railways in Kerala. കേരളത്തിലെ അതിവേഗ റെയിൽ പദ്ധതിയുമായി മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ടു പോകുന്നതിലും റെയിൽവേ മന്ത്രി പ്രതികരിച്ചു. ശ്രീധരന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ടെന്നും കേരളത്തിന്റെ റെയിൽ വികസനത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽവേ വരുമെന്നും അശ്വിനി വൈഷ്ണവ് ഉറപ്പു പറഞ്ഞു. Dr. Sridharan Saab had met me very recently. We had discussed in good detail how should we take up the future of railways, and he has a very grand vision for entire country. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ റെയിൽവേ മന്ത്രി തയ്യാറായില്ല. കേരളത്തിൽ അതിവേഗ റെയിൽപാത എപ്പോൾ വരുമെന്ന ചോദ്യത്തിനും കേന്ദ്രമന്ത്രി വ്യക്തമായ ഉത്തരം നൽകിയില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.